ഇന്നത്തെ അറിയിപ്പുകൾ. SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. 4,27,021 പേരാണ് ഇത്തവണ SSLC പരീക്ഷ എഴുതിയത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഫലപ്രഖ്യാപനം നടത്തും. കേരള ഗവൺമെന്റിന്റെയും പരീക്ഷാഭവന്റെയും വെബ്സൈറ്റുകളിൽ ഫലപ്രഖ്യാപനത്തിന് ശേഷം ഫലം ലഭ്യമാകും. THSLC, AHSLC എന്നിവയുടെ ഫലവും ഇതോടൊപ്പം പ്രസിദ്ധീകരിക്കും. കേരളത്തിലെ 2964 ലക്ഷദ്വീപിലെ 9 ഗൾഫിലെ 7 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 4,27,021 പേരാണ് പരീക്ഷ എഴുതിയത്. ആകെ പരീക്ഷ എഴുതിയവരിൽ 1,42,298 പേർ സർക്കാർ സ്കൂളുകളിൽ നിന്നാണ്. 2,52,092 പേർ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ നിന്നും 29,631 പേർ അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിൽ നിന്നുമാണ്. ലക്ഷദ്വീപ് കേന്ദ്രങ്ങളിൽ നിന്ന് 447 വിദ്യാർത്ഥികളും ഗൾഫ് മേഖലയിലെ കേന്ദ്രങ്ങളിൽ നിന്ന് 682 വിദ്യാർത്ഥികളും പരീക്ഷ എഴുതിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി ട്രെയിൻ യാത്രയ്ക്ക് തിരിച്ചറിയൽ കാർഡ് നിർബന്ധം. കർശന നടപടിയുമായി ഇന്ത്യൻ റെയിൽവേ. റിസർവ് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നവർക്ക് തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കി റെയിൽവേ. പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് നിർദ്ദേശം വന്നിരിക്കുന്നത്. നിലവിൽ സീറ്റിലും ബർത്തിലുമുള്ള യാത്രക്കാരുടെ പേര് ചോദിക്കുകയും അത് ടാബിൽ ശരിയാണോ എന്ന് ഒത്തുനോക്കുകയുമായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ ഇനി റിസർവ് ടിക്കറ്റിനൊപ്പം തിരിച്ചറിയൽ കാർഡ് നിർബന്ധമായും പരിശോധിക്കും. തിരിച്ചറിയൽ രേഖ കാണിച്ചില്ലെങ്കിൽ കർശന നടപടിയെടുക്കണമെന്നാണ് റെയിൽവേയുടെ പുതിയ ഉത്തരവ്. ഓൺലൈനായി എടുത്ത ടിക്കറ്റാണെങ്കിൽ IRCTC റെയിൽവേ ഒറിജിനൽ മെസ്സേജും തിരിച്ചറിയൽ കാർഡും ടിക്കറ്റ് പരിശോധകനെ കാണിക്കേണ്ടതാണ്. തിരിച്ചറിയൽ കാർഡ് യാത്രാസമയം കാണിക്കാൻ സാധിച്ചില്ലെങ്കിൽ ടിക്കറ്റില്ലാത്ത യാത്രക്കാരനായി കണക്കാക്കുകയും പിഴ ഈടാക്കുകയും ചെയ്യും. യാത്രക്കാരനെ പിഴ ഈടാക്കി സീറ്റ് അനുവദിക്കുകയോ അല്ലെങ്കിൽ പിഴ ഈടാക്കിയതിനു ശേഷം ജനറൽ കോച്ചിലേക്ക് മാറ്റുകയോ ചെയ്യും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. KSRTC ഇനി സമ്പൂർണ്ണമായി ഹൈടെക് ആകും. പുതിയ ആപ്പ് ഉടൻ നിലവിൽ വരും. ബസ് എവിടെ എത്തി, സ്റ്റോപ്പിലെത്താൻ എത്ര സമയമെടുക്കും, സീറ്റുണ്ടോ എന്ന കാര്യങ്ങളെല്ലാം ഇനി ഒറ്റ ക്ലിക്കിൽ അറിയാൻ കഴിയും. കൂടാതെ ബസ്സിനുള്ളിൽ സീറ്റ് ഒഴിവുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ബുക്ക് ചെയ്യാനും സാധിക്കും. KSRTC മൊബൈൽ ആപ്പിന്റെ ലൈവ് ട്രാക്കിംഗ് സംവിധാനത്തിലൂടെയാണ് ഇത് സാധ്യമാകുക. ആപ്പിന് പുറമെ ടിക്കറ്റ് എടുക്കുക, മറ്റ് ഇടപാടുകൾക്ക് ഉപയുക്തമാകാൻ സാധിക്കുന്ന കാർഡുകൾ, വിദ്യാർത്ഥികൾക്കായി സ്മാർട്ട് കൺസെഷൻ കാർഡ്, പ്രീപെയ്ഡ് ട്രാവൽ കാർഡ്, പ്രധാന ബസ് സ്റ്റോപ്പുകൾ, ടെർമിനുകൾ എന്നിവിടങ്ങളിൽ വിവരങ്ങൾ അറിയാൻ ഡിജിറ്റൽ ഡിസ്പ്ലേ ബോർഡ് എന്നിവയാണ് KSRTC നടപ്പിലാക്കാൻ പോകുന്ന പുതിയ മാറ്റങ്ങൾ. സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ ഈ മാസത്തോടെ ഉദ്ഘാടനം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ. വളാഞ്ചേരി സ്വദേശിയായ യുവതിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ വൈറസ് സ്ഥിരീകരിച്ചു. വളാഞ്ചേരി സ്വദേശിയായ 42-കാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. നിലവിൽ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. 4 ദിവസത്തിലേറെയായി പനി ഉൾപ്പെടെയുള്ള രോഗലക്ഷണങ്ങളുമായി യുവതി ചികിത്സയിലായിരുന്നു. നിപ്പ ലക്ഷണങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് കോഴിക്കോട് മൈക്രോബയോളജി ലാബിലും പൂനെ INB ലാബിലും നടത്തിയ പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചത്. ഇത് 3ാം തവണയാണ് മലപ്പുറത്ത് നിപ്പ സ്ഥിരീകരിക്കുന്നത്. ഇവരുടെ രോഗത്തിന്റെ ഉറവിടം സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ത്രിവത്സര LLB പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം. അവസാന തീയതി മെയ് 14. തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, കോഴിക്കോട് എന്നീ സർക്കാർ ലോ കോളേജുകളിലെയും സംസ്ഥാന സർക്കാരുമായി സീറ്റ് പങ്കിടുന്ന സ്വകാര്യ സ്വാശ്രയ ലോ കോളേജിലെയും 2025-26 അധ്യയന വർഷത്തെ ത്രിവത്സര LLB കോഴ്സിലേക്കുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത പ്രവേശന പരീക്ഷയ്ക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അപേക്ഷാർത്ഥികൾ പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ മെയ് 14 വൈകിട്ട് 5-നകം ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം.